ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 5ാം പതിപ്പ് നടക്കുന്ന സമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു. മത്സരത്തിൽ കൊൽക്കത്ത വിജയിച്ചു. പക്ഷേ കാത്തിരുന്നത് മറ്റൊരു തിരിച്ചടിയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമ ഷാരൂഖ് ഖാനെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് വിലക്കി. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള തർക്കമായിരുന്നു കാരണം. മദ്യപിച്ചെത്തിയ ഷാരൂഖ് അപമര്യാദയായി പെരുമാറിയതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ തന്നെയും തന്റെ മക്കളെയും ഉദ്യോഗസ്ഥർ അപമാനിച്ചെന്നായിരുന്നു ഷാരൂഖിന്റെ വിശദീകരണം. അതിന് കാരണം തന്റെ മതമെന്നും ഷാരൂഖ് വ്യക്തമാക്കി. 3 വർഷത്തെ അന്വേഷണത്തിന് ശേഷം ബോളിവുഡ് സൂപ്പർ താരത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചു. എങ്കിലും പിന്നീട് ഒരിക്കലും വാങ്കഡയിലേക്ക് വരാൻ ഷാരൂഖ് തയ്യാറായില്ല. 2012-ൽ ഷാരൂഖിന്റെ സാന്നിധ്യത്തിൽ നേടിയ ജയത്തിന് ശേഷം വാങ്കഡയിൽ മുംബൈയെ മറികടക്കാൻ കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞിട്ടില്ല. രോഹിത് ശർമ്മ നായകനായ ശേഷം എല്ലാ തവണയും മുംബൈ ഇന്ത്യൻസിനായിരുന്നു വിജയം. എന്നാൽ 12 വർഷത്തെ മുംബൈ ആധിപത്യം അവസാനിച്ചിരിക്കുന്നു. IPL-ൽ 12 വർഷങ്ങൾക്ക് ശേഷം വാങ്കഡയിൽ കൊൽക്കത്തയുടെ വിജയം. മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ കൊൽക്കത്തയെ ബാറ്റിംഗിന് അയച്ചു. ഒരു ഘട്ടത്തിൽ 5-57 എന്ന ശ്രേയസ് അയ്യരുടെ സംഘം തകർന്നടിഞ്ഞു. രക്ഷകരായി വെങ്കടേഷ് അയ്യരും മനീഷ് പാണ്ഡെയും ക്രീസിലെത്തി. മനീഷ് പാണ്ഡെ 42 റൺസുമായി ഇമ്പാക്ട് താരത്തിന്റെ റോൾ ഭംഗിയാക്കി. അവസാനം വരെ പൊരുതിയ വെങ്കടേഷ് അയ്യർ 70 റൺസുമായി പുറത്തേക്ക്. കൊൽക്കത്ത 169 റൺസിന് ഓൾ ഔട്ട്. മറുപടി പറഞ്ഞ മുംബൈക്കും സമാന തുടക്കമാണ് ലഭിച്ചത്. 71 റൺസിനിടെ 6 വിക്കറ്റുകൾ വീണു. എങ്കിലും സൂര്യകുമാർ യാദവ് പ്രതീക്ഷ നൽകി. 56 റൺസുമായി സൂര്യകുമാർ വീണെടുത്ത് മത്സരം മുംബൈ കൈവിട്ടു. 145 റൺസിൽ മുംബൈ ഓൾ ഔട്ടായി. വാങ്കഡയിൽ 24 റൺസിന്റെ ആധികാരിക വിജയത്തിന്റെ ആഘോഷത്തിലാണ് ഇപ്പോൾ കൊൽക്കത്തയുടെ ആരാധകർ.